എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കമ്പോസ്റ്റ് കുഴിയിൽ നമ്മൾ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കിലൊക്കെ നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു തന്നു. അത് പ്രകാരം എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ കുറേ ആൾക്കാർ വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഈ കൂട് ചെയ്ത സമയത്ത് ഇതിപ്പം എൻ്റെ ഈ നിൽക്കുന്ന കൂടെന്ന് പറഞ്ഞാൽ 400 കോഴിക്കുള്ള ഷെഡാണ് ഞാൻ ചെയ്തേക്കുന്നത്. 400 കോഴിക്കുള്ള ഷെഡ് പ്ലസ് ഹൈടെക് കൂട് ഫുള്ള് കവർ ചെയ്ത് കണ്ടമാനം പർലിങ് അടിച്ചിട്ടാണ് ഈ ഓടിട്ടേക്കുന്നത്. ഷീറ്റല്ല ഇട്ടേക്കുന്നത്, ഓട ഇട്ടേക്കുന്നത്. കാര്യം ഇതിനകത്തിൽ ചൂടിൻ്റെ ഒരു പ്രശ്നമേ വരത്തില്ല. ഏത് ചൂട് സമയത്തും ഇവിടെ ചൂട് വരത്തില്ല. ഇവിടെ നല്ല കാറ്റുള്ള സ്ഥലവുമാണ്. പിന്നെ ചൂട് സമയത്ത് ഒരു ശകലം പോലും ചൂടകത്ത് വരാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്തിൽ എനിക്കായിട്ടുള്ള ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഇത്രയും കൂടും കാര്യങ്ങളും ഇത്രയും 400 കോഴിക്കുള്ള ഈ ഷെഡ് ചെയ്ത് ഞാൻ ഇതിനിട്ടേക്കുന്ന തള്ളൽ നിങ്ങൾ കണ്ടോ. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള എൻ്റെ കൂട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തള്ളലാണ്. ഇതിനകത്ത് ഞാനെനിക്ക് കുറേ പഴയ ഷീറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞാൻ ഈ സൈഡൊക്കെ മറിച്ചേക്കും. കാര്യം ഇവിടെ എറിച്ചിലടിച്ച് കയറും. അതുകൊണ്ട് ഈ സൈഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കഴിച്ച് മാറ്റും. ഉടനെ തന്നെ നമ്മുടെ ഫാം ഇങ്ങോട്ട് പുതുക്കും. അന്നേരം നമ്മൾ ആ വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് കമ്പോസ്റ്റ് കുഴിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇനിയും പുതിയതായിട്ട് ആരെങ്കിലും കമ്പോസ്റ്റ് കുഴി ചെയ്യുമ്പോൾ എല്ലാവരും വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളൊരു കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കിയിട്ടേക്കുക. നോക്കിയാൽ കാണാം. അപ്പം ഞാൻ ഈ ചെയ്തേക്കുന്നത് എൻ്റെ ഭൂമി ലെവലിൽ നിന്ന് 3 വരി കട്ട മുകളിലോട്ടും 2 വരി കട്ട താഴോട്ടും ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേ ലെവലിൽ തന്നെ നമ്മളിപ്പോൾ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഈ പോർഷൻ കേട്ടോ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കറക്റ്റ് ക്ലിയർ ആവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ സൈഡിലോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പുറത്തെ സൈഡിലോട്ടാണ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ 2 കുഴിയുണ്ട്. ഈ കുഴിയുടെ അതേ വലിപ്പത്തിൽ ഞാൻ ഈ പുറത്ത് നിൽക്കുന്ന ഇതേ സ്ഥലത്തൊരു കുഴി എടുക്കുക. കുഴി എടുത്തിട്ട് ഇതുവഴി നേരെ അങ്ങോട്ട് അതിൻ്റെ ബോട്ടത്തിൽ നിന്ന് ശകലം കൂടെ താഴ്ചയിലെടുക്കണം. എടുത്തിട്ട് അവിടുന്ന് ഒരു 4 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 5 ഇഞ്ചിൻ്റെ പൈപ്പ് PVC പൈപ്പ് അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോയതിന് ശേഷം അതിനൊരു അങ്ങേ അറ്റത്തൊരു എൻഡ് ഗ്യാപ്പ് വെച്ചിട്ട് അത് പൈപ്പിന് ഫുള്ള് ഹോൾ ഇടണം. അല്ലെങ്കിൽ പൈപ്പ് ഇച്ചിരി വീതിക്ക് കീറിയാലും കുഴപ്പമില്ല. നല്ല സ്ക്വയറായിട്ട് 4-5 സ്ഥലങ്ങളിൽ കീറിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വരുന്ന സ്ലറിയും കാര്യങ്ങളും എല്ലാം കുറേ ഓവർ വെള്ളമാകുന്ന സമയത്ത് ഈ പൈപ്പിനുള്ളിൽ ഇറങ്ങുകയും നമുക്ക് ഇപ്പുറത്തൊരു വാൽവോ കാര്യങ്ങളോ വെക്കാമെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാമെങ്കിൽ ഇവിടുന്ന് നമ്മുടെ എൻഡ് ഗ്യാപ്പ് ഓപ്പൺ ചെയ്താൽ ഈ സ്ലറിയും കാര്യങ്ങളും ഇവിടെ വരും. ഈസി ആയിട്ട് നമുക്ക് ബക്കറ്റോ കാര്യങ്ങളോ ഉപയോഗിച്ച് ഇതിനെ കോരി മാറ്റി അതിനകത്തിലെ ഈർപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ അത് ഞാൻ വരച്ച് കാണിച്ചു തരാം, പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാരോട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, എൻ്റെ കൂടിനകം നോക്ക്, BSF ലാർവ ഇഷ്ടത്തിനുണ്ട്. വെള്ളം പോലും കിടക്കുന്നില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാൻ ഇനിയായാലും പറ്റും. എനിക്ക് പക്ഷേ ചെയ്യേണ്ട ആവശ്യമില്ല. ചില ആൾക്കാരൊക്കെ ഓവർ വെള്ളമാണ്, പ്രശ്നമുണ്ട്, വെള്ളത്തിൻ്റെ പിന്നീട് സമയത്ത് കോരി മാറ്റുമ്പോൾ പ്രശ്നം വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡൗട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. കോരി മാറ്റുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ട്രെയിൻ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൺട്രോളായി കഴിഞ്ഞ് കോരി മാറ്റാം. അങ്ങനെയുള്ള വിഷയങ്ങൾ വരത്തില്ല. ഇപ്പോൾ രാവിലെ ഞാൻ എൻ്റെ മുട്ടകളൊക്കെ പെറുക്കിയതാണ് കേട്ടോ. കുറേ ആവശ്യക്കാർ വന്നു. നമ്മൾ അന്നന്ന് മുട്ട കൊടുക്കുന്നതുകൊണ്ട് ഇന്നത്തെ മുട്ട ഇന്ന് തന്നെ തീരും. ഇപ്പോൾ രാവിലെ കുറേ മുട്ട പെറുക്കി മാറ്റി. പിന്നെ അതിന് ശേഷമുള്ള മുട്ടയാണ് രാവിലെ കുറേ ആൾക്കാരൊക്കെ ഇട്ട്. ഈ കൂട്ടിലൊക്കെ 5 പേരാണ്. ഇപ്പോൾ ഇവിടെ 2 മുട്ടയേ ഉള്ളൂ. അവിടെ നിന്നുള്ള 3 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് 1 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ടയുടെ പെർസെൻറ്റേജൊക്കെ നമുക്ക് ഏകദേശം 80 to 90 ഇടയ്ക്കുണ്ട്. ചില സമയത്ത് 90 മേളിലോട്ടും പോകുന്നുണ്ട്. 80 താഴ്ന്ന് പോയിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ കമ്പോസ്റ്റ് മെത്തേഡ് ഒത്തിരി ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. കുഴി എടുക്കുന്നത് എങ്ങനെ, ഇതിൻ്റെ നീളം എത്ര, വീതി എത്ര, ഇതിനകത്തിൽ എങ്ങനെയാണ് സ്മെല്ല് കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ കർഷകരെ, നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് ദൈവമായി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പാർട്ടികളൊന്നും നമ്മളെ വിളിച്ചേക്കല്ലേ. നമുക്ക് താല്പര്യമില്ല. കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവരും സ്വന്തം പൈസ നഷ്ടപ്പെടുത്താതെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം വിളിക്കുക.
ഞാൻ ഈ തരുന്ന നമ്പറും കാര്യങ്ങളുമൊക്കെ അല്ലെങ്കിൽ ഞാൻ തരുന്ന ഈ ആൾക്കാരെ കോൺടാക്റ്റ് ഉപയോഗിച്ച് അവർ ബിസിനസ് ചെയ്യാൻ വേണ്ടി വിളിച്ചേക്കരുത്. അതിനോട് എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഇത് നമുക്ക് ആരെയും കമ്മീഷനോ കാര്യങ്ങളൊന്നും വേണ്ട. സത്യസന്ധമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ കറക്റ്റ് സമയം പറഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുക, പ്രായം. അതുപോലെ തന്നെ ഹൈടെക് കൂട് ചെയ്യുന്ന സമയത്ത് കർഷകനെ ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൂട് ചെയ്യുക. അതിൻ്റെ വിലയും കാര്യങ്ങളും കൂട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതിന് വില കൂട്ടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനൊന്നും നിൽക്കരുത്. ഞാൻ ഈ ചെയ്ത ഷെഡ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നുണ്ട്, നിങ്ങളാരും അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ടാറ്റയുടെ മെഷൊന്നും ഉപയോഗിക്കേണ്ട. ഈ കാണുന്ന മുള്ളുവേലി, ഇത് ഫെൻസിങ് അടിക്കുന്ന നമ്മുടെ നെറ്റാണ്, വലിയ നെറ്റ്. ഈ സാധനം പുറത്തടിക്കും. ഇനി പുറത്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇത് പുറത്തടിക്കാം. ഈ നെറ്റ് എൻ്റെ ഫെൻസിങ്ങിന് കിടന്നത്, ഇത് 15 വർഷം മഴയത്ത് വെളിയിൽ കിടന്ന സാധനമാണ്. അതിന് ശേഷം ഇപ്പം ഞാൻ അവിടെ ആ സൈഡ് ഞാൻ വാൾ കണ്ടോ, നിങ്ങൾക്ക് കാണാം. ആ സൈഡ് എൻ്റെ ഫ്രണ്ട് ഞാൻ കെട്ടി, ഫാമിൻ്റെ ഫ്രണ്ട് കെട്ടിയ സമയത്ത് അവിടെ നിന്ന് അഴിച്ചു മാറ്റിയ സാധനം ഇത്. അപ്പം ഇത് പുറത്ത് വെൽഡ് ചെയ്യുക. ഇത് വലിച്ച് നല്ല ടൈറ്റാക്കി വെച്ച് വെൽഡ് ചെയ്യുക. താഴത്തെ സൈഡ് ശ്രദ്ധിക്കണം, കീരിയോ കാര്യങ്ങളോ കയറാൻ നമ്മൾ കട്ടയുടെ വെളിയിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കണം. അതിന് ശേഷം അകത്ത് ഈ നെറ്റ് കണ്ടോ, ഈ നെറ്റ് മേടിച്ച് നല്ലവണ്ണം കെട്ടിക്കൊടുക്കണം. ഒരു ശകലം ഗ്യാപ്പില്ലാതെ കെട്ടിക്കൊടുത്തതിന് ശേഷം ഈ വെളിയിൽ നോക്കിയാൽ മണ്ണിട്ട് ഫില്ല് ചെയ്തേക്കുന്നുണ്ടോ. ഇപ്പോൾ ഇഴജന്തുക്കൾ എന്തെങ്കിലും ഇതുവഴി കയറിപ്പോയാൽ തന്നെ ഇതുവഴി കയറാൻ പറ്റും. ഈ വല ഉടക്കി കിടക്കും, അകത്ത് കയറുകയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. അതുപോലെ ടോപ്പ് സൈഡൊക്കെ ഞാൻ കണ്ടോ, ഇതുവഴിയൊക്കെ നമുക്ക് ഈ മരപ്പട്ടി അല്ലെങ്കിൽ കീരി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി ഈ ടോപ്പ് സൈഡ് ശകലം നെറ്റ് മേടിച്ച് ഇതുപോലെ വെൽഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ടെക്നോളജി ഒന്നും ആരും ഉപയോഗിക്കാൻ നിൽക്കണ്ട. ഓക്കെ, പറയുന്നതെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലവണ്ണം മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമുക്ക് കർഷകർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. കർഷകരുടെ, ബിസിനസ്സുകാരല്ല, കർഷകരുടെ, കോഴി കർഷകരുടെ, BB380 കോഴി വളർത്തുന്ന ആൾക്കാരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹബന്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്തിൽ നമ്മൾ മുട്ടക്കോഴി വളർത്തി വിൽക്കുന്നത് മുട്ട മാത്രം ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് വളർത്തുക. കോഴിയെ വിൽക്കുന്നതിലോ അല്ലെ കൂടിനകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകർ തമ്മിൽ കച്ചവടമാകാൻ പാടില്ല. അങ്ങനെയൊക്കെ എഗ്രി ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കാം, വളർത്താം, നമ്മുടെ കർഷകരിലേക്ക് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനൊക്കെ ഉള്ളൊരു വേദിയായി നമുക്ക് മാറ്റാം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. ഈ 4-5 ദിവസമായിട്ട് കോഴി വളർത്തിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരോടും കൂടി ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കത് എന്തോ വെച്ചാൽ തീരുമാനിച്ച് എല്ലാവർക്കും കൂടെ അതുകൊണ്ട് എല്ലാവരും പൊതുവായിട്ടുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അതുകൊണ്ട് ഞാൻ നമ്പർ തന്നിട്ടുണ്ട്, വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇന്ന്.